ഇവൻ ചെയ്യുന്നതൊക്കെ എനിക്ക് വേണ്ടിയിട്ടാ. ഞാൻ ഒരാൾ രക്ഷപ്പെട്ട എന്നാലേ വീട് പോവുള്ളൂ. പല കുടുംബത്തിലും അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാവുന്നത് അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അതായത് ഒരു വ്യക്തിക്ക് നല്ല ആഗ്രഹമുണ്ട് ഒരു ലക്ഷ്യത്തിലെത്തണമെന്ന്. അദ്ദേഹം അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ നല്ലോണം റെഡിയാണ്. അദ്ദേഹത്തിന് കഴിവുണ്ടെന്നും അയാൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ നമ്മൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് പല ആളുകളും, കുടുംബത്തിലുള്ള ആളുകൾ തന്നെ പറയും, നിന്നെക്കൊണ്ട് ഇത് പറ്റുമോ? ഒരു പ്രാവശ്യം തോൽക്കുമ്പോൾ പറയും അത് വിട്ടിട്ട് വേറെ എന്തെങ്കിലും നോക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും പറയും നിന്നെക്കൊണ്ട് ഇത് പറ്റില്ല. ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് തന്നെ പറയുമ്പോൾ അവർ സ്വന്തമായിട്ട് ഡൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഓൾറെഡി അവനൊരു തോൽവി സംഭവിച്ചപ്പോൾ അവൻ്റെ ആത്മവിശ്വാസം കുറച്ചൊന്ന് കുറഞ്ഞു. അതിനോടൊപ്പം കുടുംബത്തിലുള്ള ഒരു വ്യക്തിയും കൂടെ ഇങ്ങനെ പറയുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ആ കോൺഫിഡൻസ് കുറഞ്ഞ് ആ ലക്ഷ്യത്തിൽ നിന്ന് അവൻ മാറിപ്പോവും. ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ധാരാളം വ്യക്തികളെ എനിക്കറിയാം. നമ്മൾ അതിന് പകരം നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുകയാണ്. അവൻ്റെ കഴിവിൽ നമുക്ക് ഉറപ്പുണ്ട്, അവന് നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്, അതുപോലെ തന്നെ അവന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ഈ 3 കാര്യം ഉറപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു വാക്ക് മതിയാവും ആ ഒരു വ്യക്തിയെ മാറ്റാനായിട്ട്. ഞാൻ കൂടെ ഉണ്ട്, നീ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, നീ എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ മതിയാവും. കുറച്ച് സമയം അവന് കൊടുക്കുക. ചിലപ്പം ലോകം തന്നെ മാറ്റാനായിട്ട് പറ്റും, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബം തന്നെ മാറ്റാനായിട്ട് പറ്റും. ഒരാൾ വിജയിച്ചാൽ മറ്റൊരാളും വിജയിക്കുമെന്നുള്ളൊരു ചിന്തയാണ് വേണ്ടത്, അല്ലാതെ ഇവിടെ മത്സരമല്ല വേണ്ടത്. കുടുംബത്തിൻ്റെ അകത്ത് ഒരൈക്യമുണ്ടാവണം. പലപ്പോഴും സംഭവിക്കുന്നത് കുടുംബത്തിൻ്റെ അകത്ത് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അവരുടെ ആത്മവിശ്വാസം ചോർത്തിക്കളയുന്നതും കുടുംബത്തിൻ്റെ അകത്ത് തന്നെയാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു IAS കഥ പറയാം. UPS സിവിൽ സർവീസ് ഓൾ ഇന്ത്യ റാങ്ക് 749 നേടിയ കാവ്യ കൃഷ്ണൻ്റെ കഥ. ഒരു റാങ്ക് മാത്രമല്ല, ഇവിടെ ശരിക്കും ഒരു കുടുംബത്തിൻ്റെ ഒരു ത്യാഗത്തിൻ്റെ ഒരു കഥയുണ്ട്. IAS സ്വപ്നം കാണാൻ ആർക്കും എളുപ്പമാണ്, പക്ഷെ അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് വർഷങ്ങളോളം പഠിക്കണം, അതിനുവേണ്ടി പണവും സ്വരൂപിക്കണം, അതിന് കോച്ചിങ്ങിനും ഒക്കെ ആയിട്ട്. പല കുടുംബങ്ങളിലെയും പോലെ ആഗ്രഹങ്ങളെ തച്ചുടയ്ക്കാതെ സഹോദരൻ കൂടെ നിന്നു. പെങ്ങൾ പഠിക്കണം, അവളുടെ സ്വപ്നം നിർത്തരുത്, അവൾ മുന്നോട്ട് പോകണം എന്ന് അവൻ ചിന്തിച്ചു. അവൻ എക്സ്ട്രാ ഡ്യൂട്ടി എടുത്തു. ഉറങ്ങാതെ, TV കാണാതെ, സോഷ്യൽ മീഡിയയിൽ ഇരിക്കാതെ അവൻ പുറത്തു പോയി എക്സ്ട്രാ ഡ്യൂട്ടി എടുത്ത് കൂടുതൽ നേരം വർക്ക് ചെയ്ത്, ഒരു ഡെലിവറി ബോയ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് ഉറങ്ങാതെ അവൻ പണം സ്വരൂപിച്ച് പെങ്ങളെ പഠിപ്പിച്ചു. സബ്വേലൊക്കെ രാത്രിയാ, അപ്പൊ രാവിലെ വന്ന് അവന് പഠിക്കാൻ പറ്റും. അപ്പൊ ഇവൻ ചെയ്യുന്നതൊക്കെ എനിക്ക് വേണ്ടിയിട്ടാ. ഞാൻ ഒരാൾ രക്ഷപ്പെട്ട എന്നാലേ വീട് പോവുള്ളൂ. ഇപ്പോൾ IAS റാങ്ക് നേടാനായിട്ട് അവളെ സപ്പോർട്ട് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ പലപ്പോഴും നമുക്ക് ഇതുപോലും ചെയ്യേണ്ട ഒരു സാഹചര്യം വരാറില്ല. പണം കൊടുക്കേണ്ട സാഹചര്യം വരാറില്ല, സമയം കൊടുക്കേണ്ട സാഹചര്യം വരാറില്ല. ഒരു വാക്ക് മതിയാവും. ആ വാക്ക് പോലും കൊടുക്കാതെ ഒരിക്കലും ഒരാളുടെ ഡ്രീമിനെ നമ്മൾ ഇല്ലാതാക്കരുത്. ചിലപ്പോൾ നമ്മൾ സമയം കൊടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ നമ്മൾ ഫൈനാൻഷ്യലായിട്ട് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ അത്രയും ഉറപ്പുള്ള ഒരു 3 കാര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുക. പല മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് കഴിയും. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ 2 പറയാം. ഒന്ന് ടൊവിനോ എന്നുള്ള സിനിമാടൻ്റെ കഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തത്. വരുമാനമൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഞാൻ ചേട്ടന്റെ ശമ്പളം കൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ചാൻസ് അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇടാനൊരു പുതിയ ഷർട്ട് വേണമെങ്കിൽ പോലും ചേട്ടനാണ് വാങ്ങിച്ചത്. രണ്ടാമതായിട്ട് സഞ്ജു സാംസന്റെ കഥയും നമുക്കറിയാം. അദ്ദേഹത്തിന്റെ അച്ഛനാണ് അദ്ദേഹത്തിന്റെ കഴിവിൽ വിശ്വസിച്ചത്. വെരി താങ്ക്ഫുൾ ടു മൈ പേരൻസ്, മൈ ഫാദർ ആൻഡ് മദർ. ദേ were someone who introduced cricket in my life. ഇപ്പോൾ വിശ്വസിക്കുന്നത് ഭാര്യയാണ്. അദ്ദേഹത്തിന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഓരോ വീഴ്ച ഉണ്ടാകുന്ന സമയത്തും സപ്പോർട്ട് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ വൈഫാണ്. ഇതൊക്കെ കുറച്ച് ഉദാഹരണങ്ങളാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്താൻ അതിന് കാരണക്കാരനാകുന്നത് ചിലപ്പോൾ നിങ്ങളാവും. പലപ്പോഴും ഒരു വ്യക്തി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വലിയ ലക്ഷ്യം വയ്ക്കുന്ന സമയത്ത് അവർക്ക് പ്രചോദനം വീട്ടിൽ നിന്ന് കിട്ടാറില്ല. സാധാരണ കുടുംബം ഒരാളെ വിശ്വസിക്കുമ്പോൾ അവൻ്റെ സ്വന്തം കഴിവ് കുറച്ചും കൂടെ കൂടും. പക്ഷെ പല വീടുകളിലും സംഭവിക്കുന്നത് ജസ്റ്റ് വിപരീതമാണ്. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു വലിയ ലക്ഷ്യം വയ്ക്കുന്ന സമയത്ത് ആദ്യം ചോദ്യം വരുന്നത്, ഇത് നിന്നെ കൊണ്ട് പറ്റുമോ? ഇതുകൊണ്ടുള്ള എന്ത് പ്രയോജനമാണ്? അല്ലെങ്കിൽ നീ തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിന്നെക്കൊണ്ട് ഇത് പറ്റില്ല. അങ്ങനെയാണ് അവർ പറയുന്നത്. ആത്മവിശ്വാസം അവിടെ തളർത്തുകയാണ്. ആത്മവിശ്വാസം വളരാൻ ഏറ്റവും വേണ്ടത് വീട്ടിലുള്ളൊരു വിശ്വാസമാണ്. മറ്റൊരു വലിയ പ്രശ്നം നമ്മൾ പലപ്പോഴും കാണുന്നത് താരതമ്യമാണ്. അവനതായി, നീ എന്തായി എന്നുള്ള രീതിയിൽ മിക്കവാറും താരതമ്യം ചെയ്യുമ്പോൾ അവർ മുന്നോട്ട് പോകുന്നില്ല. അവരകത്ത് നിന്ന് തളരുകയാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ്. ഒരാൾക്ക് പഠനത്തിൽ ചിലപ്പോൾ കഴിവുണ്ടാവും, മറ്റൊരാൾക്ക് കലയിലായിരിക്കും കഴിവ്, മറ്റൊരാൾക്ക് കായിക രംഗത്തായിരിക്കും കഴിവ്. ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ആ കഴിവ് തിരിച്ചറിയുക എന്നുള്ളതാണ്. എല്ലാ കുട്ടികളെയും ഒരേ വഴിയിൽ തള്ളിക്കൊണ്ടു പോകുന്നത് തെറ്റാണ്. അത് വളർച്ചയല്ല. ഓരോരുത്തരുടെയും കഴിവ് കണ്ടെത്തി അതിനനുയോജ്യമായി വഴിയൊരുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ഒരു പിന്തുണ കൊടുക്കുന്നത്. ഒരു മീനിന് മരം കയറാൻ അറിയില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മീനിൻ്റെ കഴിവ് വെള്ളത്തിൽ നീന്താനാണ്. പലപ്പോഴും ഒരു കുട്ടിക്ക് വലിയ സാമ്പത്തിക സഹായമൊന്നും ആവശ്യം വരില്ല. അവൻ ആവശ്യമായത് ഒരു ശരിയായ അന്തരീക്ഷമാണ്. വീട്ടിൽ നിരന്തരമായിട്ട് നെഗറ്റീവ് സംസാരങ്ങൾ,
നിരാശ കൊടുക്കുക, സമ്മർദ്ദം കൊടുക്കുക. ഇങ്ങനെ ആയാൽ ആ കുട്ടി തൻ്റെ കഴിവ് തുറന്ന് കാണിക്കില്ല. വീട്ടിൽ പ്രോത്സാഹനമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അവന് കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു ചെറിയ വാക്ക് പോലും വലിയ മാറ്റം വരുത്താം. നീ ശ്രമിക്കൂ, ഞങ്ങൾ കൂടെ ഉണ്ട്. ഈ ഒരു വാക്ക് മതി ശരിക്കും മനുഷ്യൻ്റെ ജീവിതം മാറ്റാനായിട്ടുള്ളത്. കുടുംബം പിന്തുണ നൽകുന്നത് വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രം സംഭവിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ചെറിയ 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 കാര്യങ്ങൾ പോലും അതിൻ്റെ ഭാഗമാവും. ഉദാഹരണത്തിന്, ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് അവൻ നിരന്തരം ശല്യപ്പെടുത്താതെ അവൻ്റെ സമയത്തെ മാനിക്കുക, അവൻ്റെ ശ്രമങ്ങളെ ചെറുതാക്കി കാണാതെ അവനെ പ്രോത്സാഹിപ്പിക്കുക, അവൻ്റെ ചെറിയ വിജയങ്ങൾ പോലും അംഗീകരിക്കുക. പരാജയം സംഭവിച്ചാൽ കുറ്റപ്പെടുത്താതെ വീണ്ടും എഴുന്നേൽക്കാനായിട്ട് സഹായിക്കുക. ഒരു പരാജയം ജീവിതത്തിൻ്റെ അവസാനമല്ലെന്ന് അവനോട് പറഞ്ഞു കൊടുക്കുക, എക്സാമ്പിൾസ് കൊടുക്കുക. ഇത്തരത്തിലുള്ള ചെറിയ പിന്തുണയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് വലിയ വിജയങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാന കാര്യം സഹിഷ്ണുതയാണ്. വലിയ ലക്ഷ്യങ്ങൾ ഒരു ദിവസം കൊണ്ട് നേടാനായില്ല, വർഷങ്ങളോളം പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് കുടുംബം ക്ഷമയോടുകൂടി കൂടെ ഉണ്ടാവണം. പലപ്പോഴും ഫലം ഉടനെ കാണാനാവാത്തപ്പോൾ കുടുംബം സമ്മർദ്ദം കൊടുക്കും. പക്ഷേ ഓരോ വലിയ നേട്ടത്തിനും പിന്നിൽ ദീർഘകാല ശ്രമമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കുടുംബം ആ സമയത്ത് ക്ഷമയോടുകൂടി നിൽക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി ലഭിക്കും. അതിനാൽ ഓരോ കുടുംബവും ഒരു ചെറിയ തീരുമാനം ഇന്നു മുതൽ എടുക്കണം. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ നാം അവനെ തടയരുത്, അവളെ തടയരുത്, അവൻ്റെ ആത്മവിശ്വാസം തകർക്കരുത്, അവളെ സംശയിക്കരുത്, അവൻ്റെ കൂടെ നിൽക്കണം. കാരണം പലപ്പോഴും ഒരു മനുഷ്യൻ്റെ വിജയത്തിന് പിന്നിൽ വലിയ അവസരങ്ങളോ വലിയ പണമോ ഒന്നും വേണ്ട. ഒരു കുടുംബത്തിൻ്റെ വിശ്വാസം മതി, ഒരു നല്ല വാക്ക് മതി, ഒരു പിന്തുണ മതി. അപ്പം അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. പക്ഷെ 3 കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. അവൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണോ, പ്രോപ്പറായിട്ടുള്ളൊരു ലക്ഷ്യം വ്യക്തമായിട്ടുണ്ടോ, അതിനുവേണ്ടി അവൻ വർക്ക് ചെയ്യാൻ റെഡിയാണോ, ദിശ പ്രോപ്പറായിട്ടുണ്ടോ, കണ്ടിന്യൂസ് ആയിട്ടും അത് ഓരോ പരാജയം ഉണ്ടായാലും അത് കളയാതെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ. ഈ 3 ചോദ്യങ്ങൾക്കും യെസ് ആണെങ്കിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ വിജയിച്ചു എന്ന് പറയുന്ന പല വ്യക്തികളുടെയും ജീവിതം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് 1-2 ദിവസം കൊണ്ടുണ്ടായതല്ല. വർഷങ്ങളെടുത്ത് കഠിനാധ്വാനം ചെയ്ത് പ്രയത്നിച്ചതിന് ശേഷമാണ് അവർക്ക് ഇത്തരത്തിലുള്ള വിജയങ്ങൾ ഉണ്ടായത്. അപ്പോൾ നമ്മൾ അതൊന്നും സാധാരണ ശ്രദ്ധിക്കാറില്ല. അവന് ലക്കുള്ളത് കൊണ്ട് അവൻ സക്സസ്ഫുള്ളായി, അല്ലെങ്കിൽ അവന് പണമുള്ളത് കൊണ്ട് സക്സസ്ഫുള്ളായി, അവൻ്റെ തലയിൽ വരച്ചത് കൊണ്ട് സക്സസ്ഫുള്ളായി എന്നൊക്കെ ആയിരിക്കും എപ്പോഴും പറയുന്നത്. പക്ഷെ ആ ഒരു കഠിനാധ്വാനം എപ്പോഴും നമ്മൾ കാണാറില്ല. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ആ ഹാർഡ് വർക്കിനാണ് എല്ലാ സക്സസ്ഫുള്ളും. ആ ഒരു സമയത്ത് നമ്മൾ അവരുടെ കൂടെ കൈപിടിച്ച് നിൽക്കുകയോ കൂടെ നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് വിജയിക്കാനായിട്ട് വരുള്ളൂ. എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്ന അനിയന്മാരോ ചേച്ചിമാരോ ഫാമിലിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവരത് കണ്ടിട്ട് കുറച്ച് റീതിങ്ക് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.